ഉണ്ട് നിറയാനാകില്ല, കണ്ടു നിറയണം. എത്ര മനോഹരമായ ആപ്തവാക്യമാണ്. നാം ഭക്ഷണമായാലും സ്വത്തായാലും സമ്പത്തായാലും അധികാരമായാലും പദവിയായാലും അത് അനുഭവിച്ച് മതിയാക്കാമെന്ന ഒരു രീതിയില്ല. എത്ര കിട്ടിയാലും നമുക്ക് പോരാ എന്ന് പറയും. ഭക്ഷണം കഴിച്ചാൽ അടുത്ത നേരം കഴിക്കണം. ഗൗരവമായി നല്ല ഭക്ഷണം കഴിച്ചാൽ പോലും മധുരം പോലുള്ള കാര്യങ്ങൾ കിട്ടുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നും. കുറേ കഴിയുമ്പോൾ അത് ദഹിച്ച് കഴിയുമ്പോൾ വീണ്ടും കഴിക്കണം. അങ്ങനെ ഒരിക്കലും ഭക്ഷണം കഴിച്ച് നമുക്ക് ഒരു ഉണ്ട് നിറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാനാവില്ല. അപ്പോൾ കണ്ടു തന്നെ നിറയണം. അധികാരവും പദവിയും സമ്പത്തും എല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്ക് കണ്ടു നിറയണം. അതല്ലാതെ അത് അനുഭവിച്ച് നിറയുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്നതല്ല. വീണ്ടും വീണ്ടും വേണമെന്ന് മാത്രമാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. സാധാരണ ഭക്ഷണമെല്ലാം കഴിക്കുന്നത് കൈകൊണ്ട് വാരി വാ കൊണ്ടാണ് കഴിക്കുന്നത്. അതുപോരാ, നമ്മുടെ മനസ്സുകൊണ്ട് കഴിക്കുക, ആസ്വദിച്ച് കഴിക്കുക, ഏത് കാര്യത്തിലും മിതത്വം പാലിക്കുക. ഇത്ര മനോഹരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ആത്മീയതയുടെ തലങ്ങളിലേക്ക് നാം ഉയരുന്നത്. ഭൗതികമായ ജീവിതത്തിനപ്പുറം ആത്മീയതയിലെ ഇത്തരം ചിന്തകൾ കൂടി മനുഷ്യർ കൊണ്ടുപോകുമ്പോൾ മാനവരാശിയിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറും എന്ന് മാത്രമല്ല, എല്ലാവർക്കും സമഭാവനയോടുകൂടി ഈ പ്രപഞ്ചത്തിൽ വന്നതിന്, ഭൂമിയിൽ വന്നതിന് വളരെ ഗൗരവമായി ജീവിക്കുവാനും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആനന്ദത്തോടു കൂടി എല്ലാവർക്കും കഴിയുവാനും കഴിയും. അതുകൊണ്ട് തന്നെ കണ്ടു നിറയട്ടെ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ഉണ്ട് നിറയാൻ ആരും നിൽക്കേണ്ടതില്ല.